നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള സീക്രട്ട്. കം ക്ലോസർ. ലോ ഓഫ് അട്രാക്ഷൻ. ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറ് മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, സോ ലോ ഓഫ് അട്രാക്ഷൻ. ഞാൻ ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ബുക്ക് തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റലി ഞാൻ ഈ ഒരു ബുക്ക് കണ്ടു, ദ സീക്രട്ട്. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്, നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഇതിലെ കണ്ടൻറ്റ് എന്താണ് എന്ന് എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത് എടുത്തു, എന്നിട്ട് ഇത് ഫുള്ള് വായിച്ചു. അങ്ങനെ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രിൻസിപ്പിളാണ്. ഇത് ഫുള്ള് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രിൻസിപ്പിളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ബുക്കിൻ്റെ ചെറിയൊരു സമ്മറിയാണ്, അഥവാ ഇതിലെ 4 പ്രധാനപ്പെട്ട ലെസൺസ്. അതിൽ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കേണ്ടത്, അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനായിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ പേര് ജസ്റ്റ് ഓൺ PSC എന്നാണ്. അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാറ് PSC മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തരുന്നതൊക്കെ. അതും അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് തന്നെയായിരിക്കും, അത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. Lesson 1, The Secret Revealed. So what's the secret? It's nothing but law of attraction. So first of all, എന്താണ് ഈ law of attraction? സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ നിരന്തരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവസാനം നമ്മുടെ റിയൽ ലൈഫിൽ അത് അതേപോലെ സംഭവിക്കും. അത്രേ ഉള്ളൂ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഭയങ്കര പണക്കാരനാണ്, ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ തന്നെ ആയിത്തീരും. ഇനി അതിന് പകരം നമ്മളിപ്പോൾ ഞാൻ ഭയങ്കര ദരിദ്രനാണ്, എൻ്റെ കയ്യിൽ പൈസ അല്ല, എനിക്ക് എപ്പോഴും ഭയങ്കര പേടിയാണ്, ടെൻഷനാണ് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മുടെ ലൈഫിൽ അതേപോലെ അങ്ങോട്ട് ആയിത്തീരുകയും ചെയ്യും. സോ ഈ ബുക്കിൻ്റെ ഓഥർ റോണ്ട ബയൺ പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ മാഗ്നറ്റ് പോലെയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ പല പല സിഗ്നൽസ് സെൻഡ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നീട് അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ അവർ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ ബേസ് ചെയ്തിട്ടാണ് ഈ സിഗ്നൽസ് ഒക്കെ എമിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യുകയും പിന്നീട് അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് തിരിച്ച് നമ്മൾ റിസീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലോ ഒബ്വിയസ്ലി നെഗറ്റീവായിട്ടുള്ള സിഗ്നൽസ് നമ്മൾ എമിറ്റ് ചെയ്യും. അതേപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള സിഗ്നൽസ് നമ്മൾ തിരിച്ചിങ്ങോട്ട് റിസീവ് ചെയ്യുകയും ചെയ്യും. ബയൺ പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്രസന്റ് മൊമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോഴത്തെ ഈ വർത്തമാന കാലം എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റിലെ തോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ ഭൂതകാലത്തിൽ എന്താണോ നമ്മൾ ചിന്തിച്ചത്, ആ ചിന്തകളുടെ റിസൾട്ടാണ് ഈ ഒരു പ്രസന്റ് മൊമെന്റ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഓഥർ പറയുന്നത്. ലെസൺ 2, ദ സീക്രട്ട് മെയ്ഡ് സിമ്പിൾ. സോ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഏതൊരാൾക്ക് വേണമെങ്കിലും വർക്കാവും. അതിപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും കുഴപ്പമില്ല, ഏത് മതക്കാരാണെങ്കിലും കുഴപ്പമില്ല, നമ്മളുടെ കൾച്ചർ, നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാകും. സോ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് ഭാവിയിൽ പണക്കാരനാകണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ കൂടുതൽ സമയം ചിന്തിക്കുന്നത് നെഗറ്റീവായുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും. അതാണ് നമ്മൾ തിരിച്ചറിയാത്തതും. ആ ഒരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊന്ന് വാലിഡേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ പോസിറ്റീവായുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് അതോ നെഗറ്റീവായുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുത്ത് അതിന് പകരം പോസിറ്റീവായുള്ള കാര്യങ്ങൾ അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബിക്കോസ് വാട്ട് യു തിങ്ക് ഇറ്റ് വിൽ കം ടു റിയാലിറ്റി. ഓക്കെ, ലെസൺ 3, ഹൗ ടു യൂസ് ദ സീക്രട്ട്. സോ നിങ്ങളിപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ ഡിസയേഴ്സൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്.
അതിനായിട്ട് ബയൺ ഒരു 3 സ്റ്റെപ്പ് മെക്കാനിസം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചെറിയ മെക്കാനിസം. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. സ്റ്റെപ്പ് നമ്പർ 1 ഈസ് ആസ്ക്. നമ്മളുടെ ആഗ്രഹം എന്താണോ നമ്മളത് ചോദിക്കണം. ആരോട്? നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക. അല്ലാതെ വേറെ ആരോടെങ്കിലും പോയിട്ട് ചോദിക്കാനല്ല പറഞ്ഞത്. നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. എന്താണ് നമ്മളുടെ ആഗ്രഹം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മാക്സിമം ക്ലിയർ ആയിട്ട് ചോദിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കാതെ അതിന് പകരം എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കണം. അങ്ങനെ മാക്സിമം ക്ലിയർ ആയിട്ട് ചോദിക്കണം. എന്നാലേ ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ആവുകയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് ബിലീവ്, വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു വിശ്വാസം വേണം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. അല്ലാതെ ഇതൊക്കെ നടക്കും, ഇതൊക്കെ ചുമ്മാ ടൈം വേസ്റ്റ് അല്ലേ, എന്നാലും ചുമ്മാ വെറുതെ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഐ എം സോറി ഗായ്സ്, യു ആർ ആക്ച്വലി വേസ്റ്റിംഗ് യുവർ ടൈം. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അത് റിയലായിട്ട് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് റിസീവ്. സോ നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. അപ്പോൾ അത് നമ്മൾ എന്താണ് നമ്മളുടെ ആഗ്രഹം അതിങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ ചോദിച്ചു, പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിൽ കറക്റ്റായിട്ട് റിയലായിട്ട് നടക്കുകയും ചെയ്യും. പക്ഷെ അത് എത്ര ദിവസം കൊണ്ടാണ്, എത്ര ആഴ്ച കൊണ്ടാണ്, എത്ര മാസം കൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മാക്സിമം നമ്മുടെ ഇമോഷൻസ് സ്ട്രോങ് ആക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് കൂടുതൽ എഫക്റ്റീവായി തീരും. ഓക്കെ, ലെസൺ 4, ദ പവർഫുൾ പ്രോസസ്. സോ ഈ ആസ്ക്, ബിലീവ്, റിസീവ് ഈ സ്റ്റെപ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആണെന്ന് തോന്നും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ബയൺ പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ഇനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെന്നാണ്. നമ്മൾ ഡെയിലി ഇരുന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്താണ് നമ്മളുടെ ആഗ്രഹം അത് ഓൾറെഡി ഫുൾഫിൽ ആയി എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷ്വലൈസേഷൻ എന്ന ടെക്നിക്കിന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് നമ്മുടെ ഈ ചാനൽ പെട്ടെന്ന് വളരുന്നതിൻ്റെ ഒരു ചെറിയ സീക്രട്ട് എന്നത് ഞാൻ ഡെയിലി ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നത് തന്നെയായിരിക്കും. ഞാനത് കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. സോ നിങ്ങളും ഇത്തരത്തിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഓൾറെഡി ഫുൾഫിൽ ആയി എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ പലരും വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഞാൻ ഭാവിയിൽ പണക്കാരനാകും, ഞാൻ ഭാവിയിൽ എൻ്റെ കാറ് വാങ്ങിക്കും, ഞാൻ എൻ്റെ ഭാവിയിൽ എൻ്റെ ബൈക്ക് വാങ്ങിക്കും, അങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അത് ചെയ്യരുത്. അത് നിങ്ങൾ ചെയ്യുന്നൊരു ബിഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഒരു പണക്കാരനായി, ഓൾറെഡി ആ കാർ വാങ്ങിച്ചു, ഓൾറെഡി ആ ബൈക്ക് വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, എന്നാലേ ഈ സംഭവം വർക്ക് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു പിൻ ബോർഡും ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒരു വിഷൻ ബോർഡ്. അതായത് ഒരു ബോർഡ് വെക്കുക, എന്നിട്ട് അതിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ഫോട്ടോസൊക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു കാർ വാങ്ങിക്കണമെങ്കിൽ ആ കാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് എഴുതി വെക്കാം. എന്നിട്ട് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു വിഷൻ ബോർഡായിട്ടൊരു ചെറിയ ടച്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ സീക്രട്ട് എന്ന ഈ ബുക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ, പക്ഷേ അതെല്ലാം കൂടി എനിക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റിലൂടെ അതെന്നെ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.